ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ. LP-UPക്കാർക്കും കാറ്റഗറിക്കാർക്കും മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി. ഇതിൽ വിദ്യാഭ്യാസ ഏജൻസികളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ വിദ്യാഭ്യാസ ഏജൻസിയിലെ പാർട്ട് 1 കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുടുംബം, പിയർ ഗ്രൂപ്പ്, വിദ്യാലയം, സമുദായം, ഭരണകൂടം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി പാർട്ട് 2 വരുന്നതാണ് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരു 16 സമിതികളാണുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ക്യാബ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി എന്നാണ് ക്യാബിൻ്റെ ഫുൾ ഫോം. ദെൻ NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. പിന്നെ RIE, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ വരുന്നത് NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അടുത്തത് NAAC, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. NCTE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. SCERT, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി CMAT, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. ദെൻ KITE ആണ് വരുന്നത്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ദെൻ SIET, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. ഡയറ്റ്, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ദെൻ BRC, ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. CRC, ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ. IASE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ. CTE, കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത്രയും ഈ ഒരു 16 എണ്ണമാണ് നമുക്ക് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളിൽ പഠിക്കാനുള്ളത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതെപ്പോൾ എന്ന് നിലവിൽ വന്നു, ഇത് എന്തുകൊണ്ട് നിലവിൽ വന്നു, ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ആദ്യത്തേതാണ് ക്യാബ്, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി അല്ലേ. ഇതെന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസപരമായി നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് ക്യാബ് എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസപരമായി നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനം ഏതാണ്? ക്യാബാണ് അല്ലേ. കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി ക്യാബ് നിലവിൽ വന്ന വർഷം 1920 കേട്ടോ. 1920 ക്യാബ് നിലവിൽ വന്നത്. 1923 ഇത് പിരിച്ചുവിടുകയും 1935 വീണ്ടും നിലവിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1920 നിലവിൽ വന്നത്. ദെൻ 1923 പിരിച്ചുവിടുകയും 1935 വീണ്ടും നിലവിൽ വരികയും ചെയ്തു. ക്യാബ് നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ക്യാബ് നിലവിൽ വന്നത് കേട്ടോ. അപ്പോൾ ക്യാബ് നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ആണ്. ക്യാബ് വീണ്ടും നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. നമുക്കറിയാം, ഒരിക്കൽ പിരിച്ചുവിട്ടു, പിന്നെയും വീണ്ടും 1935 വീണ്ടും വരികയും ചെയ്തു. അപ്പോൾ വീണ്ടും വരാനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഹാർട്ടോഗ് കമ്മിറ്റി. ഹാർട്ടോഗ് കമ്മിറ്റിയാണ് വീണ്ടും 1935 വീണ്ടും ക്യാബ് നിലവിൽ വരാനായിട്ട് ശുപാർശ ചെയ്തത്. ആദ്യം നിലവിൽ വരാൻ ശുപാർശ ചെയ്തത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനാണ്. സെക്കൻഡ് വീണ്ടും നിലവിൽ വരാനായിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഹാർട്ടോഗ് കമ്മിറ്റി. മാറിപ്പോകരുത് കേട്ടോ. രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ക്യാബിൻ്റെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ആണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി കേട്ടോ. അപ്പോൾ രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോൾ അതിനായിട്ട് ക്യാബിൻ്റെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി കേട്ടോ. ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാബ് എന്ന്. ഓക്കെ, ക്യാബ് കമ്മിറ്റി എന്ന് അറിയപ്പെടുന്നത് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയെ തന്നെയാണ് കേട്ടോ. ക്യാബിലെ അംഗങ്ങളാണ് ലോക്സഭ, രാജ്യസഭ, കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ. അപ്പോൾ ആരൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ, കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ. അങ്ങനെ ഇത്രയും പേരാണ് ക്യാബിലെ അംഗങ്ങൾ കേട്ടോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് NCERTയെ കുറിച്ചാണ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് NCERTയുടെ ഫുൾ ഫോം കേട്ടോ. അപ്പോൾ NCERT സ്ഥാപിതമായ വർഷം 1961
NCERTയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? NCERT എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് ഫുൾ ഫോം. 1961 ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ്. ഓക്കെ, പിന്നെ NCERTയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദെൻ ദ പ്രൈമറി ടീച്ചർ, സ്കൂൾ സയൻസ്. ഈ 3 എണ്ണവും NCERTയുടെ പ്രസിദ്ധീകരണങ്ങളാണ് കേട്ടോ. ജേർണൽ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ദ പ്രൈമറി ടീച്ചർ, സ്കൂൾ സയൻസ്. ഓക്കെ, ഇനി NCERTയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ തലത്തിൽ CBSE സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കൽ, സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തൽ. അപ്പോൾ എന്തൊക്കെയാണ്? ദേശീയ തലത്തിൽ CBSE സ്കൂളുകൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും തയ്യാറാക്കുന്നത് NCERT ആണ്. സംസ്ഥാനങ്ങൾക്ക് മാർഗദർശകമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തൽ ആരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ ആരുടെ ചുമതലയാണ്? NCERTയുടെ ചുമതലയാണ് കേട്ടോ. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കൽ, പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കൽ, പ്രീ സർവീസ്, ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വികാസം. ഇതൊക്കെ എന്താണ്? NCERTയുടെ ചുമതലയാണ്. ഏതൊക്കെയാണ്? ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കൽ, പുതിയ പഠനതന്ത്രങ്ങളും സാമഗ്രികളും വികസിപ്പിക്കൽ, പ്രീ സർവീസ്, ഇൻ സർവീസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വികാസം. ഇതൊക്കെ NCERTയുടെ ചുമതലയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ് SCERT. SCERT എന്ന് പറയുന്നത് NCERTയുടെ മാർഗദർശനത്തോടെ സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കാൻ ചുമതലപ്പെട്ട സമാന്തര സ്ഥാപനമാണ്. NCERT പോലെ തന്നെയാണ്, പക്ഷേ ഇത് സംസ്ഥാന തലത്തിലാണെന്ന് മാത്രം. ഇനി 2 PYQ കൂടെ നോക്കാം. അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതെന്ന് പ്രീ പ്രൈമറി ടീച്ചർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ്? NCERT ആണ് കേട്ടോ. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം. ഓക്കെ, ദെൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാനതല സ്ഥാപനം ഏതാണ്? പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാനതല സ്ഥാപനം നമ്മളിപ്പോൾ നോക്കിയുള്ളൂ, SCERT ആണ് കേട്ടോ. ഇത് പ്രീ പ്രൈമറി ടീച്ചർ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. ഓക്കെ, അടുത്തത് RIE, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ. എന്താണിത്? NCERTയുടെ മേഖല തിരിച്ചുള്ള യൂണിറ്റുകളാണ് RIEകൾ. നമ്മൾ പഠിച്ചല്ലോ NCERT എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇല്ലേ? ഇതിൻ്റെ മേഖല തിരിച്ചുള്ള യൂണിറ്റുകളാണ് RIE കേട്ടോ. പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി തലം വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികൾ RIEകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ RIEകൾ എന്താണ് സംഘടിപ്പിക്കുന്നത്? പ്രീ സ്കൂൾ മുതൽ സെക്കൻഡറി വരെയുള്ള അധ്യാപക പരിശീലന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഓക്കെ, നിലവിലുള്ള 5 RIകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. RIE അജ്മീർ, RIE ഭോപ്പാൽ, RIE ഭുവനേശ്വർ, RIE ഷില്ലോങ്, RIE മൈസൂർ. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ഷില്ലോങ്, മൈസൂർ. ഈ 5 എണ്ണമാണ് നിലവിൽ RIകൾ കേട്ടോ. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ. ഷില്ലോങ് ഇല്ല കേട്ടോ. അജ്മീർ, ഭോപ്പാൽ, ഭുവനേശ്വർ, മൈസൂർ എന്നീ RIകളോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് DMS, ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂൾ ട്ടോ. നൂതനമായ പഠനബോധന മാതൃകകൾ വികസിപ്പിക്കുന്നതിനും ട്രൈ ഔട്ട് നടത്തുന്നതിനുമുള്ള കേന്ദ്രമാണ് DMS, ഡെമോൺസ്ട്രേഷൻ മൾട്ടിപർപ്പസ് സ്കൂൾ എന്ന് പറയുന്നത് നൂതനമായ പഠനബോധന മാതൃകകൾ വികസിപ്പിക്കുന്നതിനും ട്രൈ ഔട്ട് നടത്തുന്നതിനുമുള്ള കേന്ദ്രങ്ങളാണ് കേട്ടോ DMS. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളെക്കുറിച്ചാണ് അല്ലേ. അതിലെ ക്യാബിനെ കുറിച്ച് പഠിച്ചു, NCERTയെ കുറിച്ച് പഠിച്ചു, RIEയെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഇനി പഠിക്കാൻ പോകുന്നത് NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, NIEPA വിദ്യാഭ്യാസ ആസൂത്രണത്തിനും ഭരണത്തിനും വേണ്ടിയുള്ള ദേശീയ സമിതിയാണ് NIEPA,
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, NIEPAക്ക് കൽപ്പിത സർവകലാശാല പദവി നൽകിയത് 2006 2006 NIEPAക്ക് കൽപ്പിത സർവകലാശാല പദവി നൽകിയത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത് നിയോസ്, NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓപ്പൺ സ്കൂളിലൊക്കെ നിയോസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതുതന്നെയാണിത്. വിദൂര വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ബോർഡാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, നിയോസ് എന്ന് പറയുന്നത്. വിദൂര വിദ്യാഭ്യാസത്തിനായുള്ള ഒരു ബോർഡാണിത് കേട്ടോ. നിയോസ് നിലവിൽ വന്നത് 1989 1989 നിയോസ് നിലവിൽ വന്നത്. CBSEക്കും ICSEക്കും തുല്യമായുള്ള സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്ന ചുമതല വഹിക്കുന്നത് നിയോസ് ആണ് കേട്ടോ. അപ്പോൾ CBSEക്കും ICSEക്കും തുല്യമായുള്ള സെക്കൻഡറി, സീനിയർ സെക്കൻഡറി പരീക്ഷകൾ ഓപ്പൺ സ്കൂളിനായി നടത്തുന്ന ചുമതല വഹിക്കുന്നത് ആരാണ്? നിയോസ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നാണ് നിയോസിൻ്റെ ഫുൾ ഫോം. അടുത്തത് NAAC, NAAC, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നമ്മൾ ചില കോളേജിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, നാക്കിൻ്റെ അംഗീകാരമുള്ള കോളേജാണെന്നൊക്കെ. അതുതന്നെയാണിത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനും UGC 1994 സ്ഥാപിച്ച സ്ഥാപനമാണ് NAAC എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനുമായി UGC 1994 സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് NAAC, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. NAACൻ്റെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ കേട്ടോ. ബാംഗ്ലൂരാണ് NAACൻ്റെ ആസ്ഥാനം. അടുത്തത് NCTE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. NCTE എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായത് 1995 കേട്ടോ. 1995 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായത്, NCTE രൂപീകൃതമായത് കേട്ടോ. അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് NCTE കേട്ടോ. NCTEയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCTEയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 1995 ഇത് രൂപീകൃതമായത്. NCTE വിഭാവനം ചെയ്യുന്നത് ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യാനുമുള്ള അവകാശവുമാണ്. ഓക്കെ, NCTE വിഭാവനം ചെയ്യുന്നത് എന്താണ്? ഭരണഘടനാപരമായ അധികാരങ്ങളും ഭാരതത്തിലെ അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട പോലെ പരിവർത്തനം ചെയ്യാനുമുള്ള അവകാശമാണ്. ഓക്കെ, അപ്പോൾ NCTE എന്ന് പറയുന്നത് അധ്യാപകരുടെ എന്തിനു വേണ്ടിയിട്ടാണ്? അധ്യാപക വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചതാണ് NCTE, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. 1995 ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്തത് SCERT ആണ്. നമ്മൾ NCERTയെ കുറിച്ച് ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് SCERT ആണ്. ഫുൾ ഫോം സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്. അപ്പോൾ NCERT എന്തായിരുന്നു? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ് എന്നാണ് NCERT. ഇത് SCERT ആണ്. അപ്പോൾ സ്റ്റേറ്റ് ആണ് അല്ലേ. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് SCERT എന്ന് പറയുന്നത്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് SCERT. ഇത് സ്ഥാപിതമായത് 1994 കേട്ടോ. 1994 SCERT സ്ഥാപിതമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ചെയർമാൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഏത് ബോഡിയാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ചെയർമാൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് SCERTയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അടുത്തത് SCERTയിൽ ഉൾപ്പെടുന്ന 6 വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 പാഠ്യപദ്ധതി മൂല്യനിർണ്ണയവും, 2 അധ്യാപക വിദ്യാഭ്യാസം, 3 വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, 4 കലാകായിക
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 5 അനൗപചാരിക വിദ്യാഭ്യാസം, 6 വിദ്യാഭ്യാസ ഗവേഷണം അഥവാ ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, അങ്ങനെ 6 SCERT വിഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? പാഠ്യപദ്ധതിയും മൂല്യനിർണ്ണയവും, അധ്യാപക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യ, കലാകായിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ ഗവേഷണം അഥവാ ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, ദെൻ SCERTയുടെ പ്രധാന ചുമതല എന്താണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുക എന്നത് SCERTയുടെ പ്രധാന ചുമതലയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്കുള്ള പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുന്നത് ആരാണ്? SCERTയുടെ ചുമതലയാണ് കേട്ടോ. ഇനി SCERTയുടെ മറ്റു ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മാത്രമല്ല, SCERTക്ക് വേറെയും കുറേ ചുമതലകളുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള കൈപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് SCERTയുടെ ചുമതലയാണ് കേട്ടോ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ ഹാൻഡ് ബുക്കില്ലേ, അത് തയ്യാറാക്കുന്നത് SCERT ആണ്. അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിനുതകുന്ന കോർ SRG എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പാണ് തുടങ്ങിയവ സംഘടിപ്പിക്കുന്നത് ആരാണ്? SCERT ആണ് കേട്ടോ. അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി സുഗമമായി സംഘടിപ്പിക്കുന്നതിനുതകുന്ന കോർ SRG എന്ന് വെച്ചാൽ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പാണ്. അത് സംഘടിപ്പിക്കുന്നത് ആരാണ്? SCERT ആണ് കേട്ടോ. പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും SCERT ആണ്. പൊതുവിദ്യാഭ്യാസ സംബന്ധമായ ഗവേഷണ പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? SCERT ആണ്. ഇനി വിവിധ പരീക്ഷകളുടെ, അതായത് SSLC, CATET, LSS, USS ഇങ്ങനെയുള്ള എക്സാംസ് ഇല്ലേ, ഇതിൻ്റെയൊക്കെ സിലബസ് തയ്യാറാക്കുന്നതും SCERT ആണ്. ഏതൊക്കെയാണ്? വിവിധ പരീക്ഷകളുടെ, അതായത് SSLC, CATET, LSS, USS സിലബസ് തയ്യാറാക്കുന്നത് SCERT തന്നെയാണ് കേട്ടോ. ദെൻ വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിക്കുക, നൂതന പഠന തന്ത്രങ്ങൾ, പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രൈ ഔട്ട് നടത്തുക, പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക. ഇതൊക്കെ SCERTയുടെ ചുമതലയാണ്. എന്തൊക്കെയാണ്? വിവിധ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ സെമിനാറുകൾ സംഘടിപ്പിക്കുക, നൂതന പഠന തന്ത്രങ്ങൾ, പഠന സാമഗ്രികൾ തുടങ്ങിയവയിൽ ട്രൈ ഔട്ട് നടത്തുക, പൊതുവിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുക. ഇതൊക്കെ SCERTയുടെ മറ്റ് ചുമതലകളാണ് കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് CMAT. CMAT സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. CMAT സ്ഥാപിതമായത് 2005 ജൂലൈ 21 കേട്ടോ. 2005 ജൂലൈ 21 CMAT സ്ഥാപിതമായത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നതാണ് CMATൻ്റെ പ്രധാന ലക്ഷ്യം. എന്താണ്? കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നതാണ് കേട്ടോ. ഇനി CMATൻ്റെ മറ്റ് പ്രവർത്തനങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തലവന്മാർക്കുള്ള, അതായത് ഹെഡ് മാസ്റ്റർ ഓർ പ്രിൻസിപ്പാൾ, മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക. ഇത് CMATൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് കേട്ടോ. പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ തലവന്മാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക. ദെൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡയറ്റ് പ്രിൻസിപ്പാൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവർക്കുള്ള മാനേജ്മെൻറ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതും എന്തിൻ്റെയാണ്? CMATൻ്റെ മറ്റ് പ്രവർത്തനമാണ് കേട്ടോ. വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള മാനേജ്മെൻറ്റ് ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക. അടുത്തത് വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റവന്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക. ഇതൊക്കെ CMATൻ്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ ഓഫീസുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക, പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റേറ്റ് ലെവൽ റവന്യൂ ആൻഡ് പ്ലാനിംഗ് മീറ്റിംഗ് സംഘടിപ്പിക്കുക, സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക, വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക. എന്തൊക്കെ? സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടത്തുക, വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക, പുസ്തകങ്ങൾ, ജേണലുകൾ, ഹാൻഡ് ഔട്ടുകൾ, ആസൂത്രണ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം, സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഹബ്ബ്,
തയ്യാറാക്കൽ. ഇതൊക്കെ സിമറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു? പുസ്തകങ്ങൾ, ജേണലുകൾ, ഹാൻഡ് ഔട്ടുകൾ, ആസൂത്രണ, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവ സംബന്ധിച്ച പഠനങ്ങൾ എന്നിവയുടെ പ്രസിദ്ധീകരണം, സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ ഹബ് തയ്യാറാക്കൽ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ സിമറ്റിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളാണ്. ദെൻ സിമറ്റിൽ UP അസിസ്റ്റൻ്റ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, PYQ ആണ്. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? സിമറ്റ് തന്നെയാണ് കേട്ടോ. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? സിമറ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് SIET, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, SIET. ഓക്കെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് SIET കേട്ടോ. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. ഇത് പ്രവർത്തനം ആരംഭിച്ചത് 1998-99 കാലങ്ങളിലാണ് SIET പ്രവർത്തനം ആരംഭിച്ചത്. SIETയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് SIETയുടെ ചെയർമാൻ. ഇനി SIETയുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയാണ് വൈസ് ചെയർമാൻ. ചെയർമാൻ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ദെൻ ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ 16 അംഗ ബോർഡാണ് SIETൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോൾ SIETയുടെ മേൽനോട്ടം വഹിക്കുന്നത് ആരൊക്കെയാണ്? ചെയർമാനും വൈസ് ചെയർമാനും അടങ്ങിയ 16 അംഗ ബോർഡാണ് SIETയുടെ മേൽനോട്ടം വഹിക്കുന്നത്. SIETൻ്റെ പ്രധാന ചുമതല എന്താണെന്ന് നോക്കാം. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് SIETൻ്റെ പ്രധാന ചുമതല. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന വീഡിയോ, ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ, മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് SIETൻ്റെ പ്രധാന ചുമതലകൾ. ഇനി മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, കുട്ടികളുടെ സിനിമയ്ക്ക് ആവശ്യമായ സാങ്കേതിക ജ്ഞാനം കൈമാറൽ, പരിശീലനം നൽകൽ, പിന്നെ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ. കുട്ടികളുടെ സിനിമ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പിന്നെ പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കൽ, ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പ്രവേശന സാമഗ്രികൾ തയ്യാറാക്കൽ, ഈസി എൻട്രൻസ് പ്രോഗ്രാം പോലത്തെ കേട്ടോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ, വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കൽ. ഇതൊക്കെ SIETയുടെ മറ്റ് പ്രവർത്തനങ്ങളാണ് കേട്ടോ. അടുത്തത് കൈറ്റ് കേട്ടോ. കൈറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിൻ്റെ ഫുൾ ഫോമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് കൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൈറ്റ് എന്താണ്? സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2001 മുതൽ ഉണ്ടായിരുന്ന ITIT സ്കൂൾ എന്ന പ്രൊജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റാക്കി ഉയർത്തിയത്. അപ്പം ഈ കൈറ്റ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന 2001 ഉണ്ടായിരുന്ന ITIT സ്കൂളില്ലേ എന്ന പ്രൊജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ICTയിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ എയ്ഡഡ് മേഖലകൾക്ക് ഉപദേശക റോളിലോ കൺസൾട്ടൻ്റായോ
കൈറ്റ് പ്രവർത്തിക്കുന്നു. അപ്പോൾ കൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ICTയിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് സർക്കാർ എയ്ഡഡ് മേഖലകൾക്ക് ഉപദേശക റോളിലോ കൺസൾട്ടൻ്റായോ കൈറ്റ് പ്രവർത്തിക്കുന്നു. ഓക്കെ, കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സംരംഭങ്ങൾ ഏതൊക്കെയാണെന്നൂടെ നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ 11 സംരംഭങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള 11 സംരംഭങ്ങളാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്ന് സമേതം. കേരള സ്കൂൾ ഡാറ്റാ ബാങ്കാണ് സമേതം എന്ന് പറയുന്നത്. കേരള സ്കൂൾ ഡാറ്റാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സമേതമാണ് കേട്ടോ. അടുത്തത് കൂള്, KOOL. ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂൾ എന്ന് പറയുന്നത്. അടുത്തത് ഹൈടെക് സ്കൂൾ, അത് കൈറ്റിൻ്റെ മറ്റൊരു സംരംഭമാണ്. പിന്നെ വരുന്നത് വിക്ടേഴ്സ് ചാനലാണ്. 2006 ആരംഭിച്ചു. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിക്ടേഴ്സ് എന്ന് പറയുന്നത് 2006 ആരംഭിച്ചത്. കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സംരംഭം തന്നെയാണ് വിക്ടേഴ്സ്. എഡ്യൂസാറ്റിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് സമഗ്ര അക്കാദമിക് റിസോഴ്സ് പോർട്ടൽ. ഓക്കെ, സമഗ്ര അക്കാദമിക് റിസോഴ്സ് പോർട്ടൽ എന്ന് പറയുന്നത് കൈറ്റിൻ്റെ മറ്റൊരു സംരംഭമാണ്. സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം. പിന്നെന്താണ്? സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ 2010 ആരംഭിച്ചു. സ്കൂൾ വിക്കി ആരംഭിച്ചു. ICT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നു. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന സംരംഭം കൊണ്ടുവന്നു. ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് സ്കൂൾ തല IT ക്ലബ്ബുകളാണ്. പദ്ധതി 2018 ജനുവരി 22 ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. SCRTയുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കൽ. ഇതൊക്കെ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സംരംഭങ്ങളാണ്. ഏതൊക്കെയാണ്? സമേതം, കൂള്, ഹൈടെക് സ്കൂൾ, വിക്ടേഴ്സ്, സമഗ്ര അക്കാദമിക് റിസോഴ്സ് പോർട്ടൽ, സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം, സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ, സ്കൂൾ വിക്കി, ICT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ്, ലിറ്റിൽ കൈറ്റ്സ്, SCRTയുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കൽ. ഇതൊക്കെ എന്തിൻ്റെയാണ്? കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സംരംഭങ്ങളാണ്. അടുത്തത് ഡയറ്റാണ് കേട്ടോ. ഡയറ്റ് എന്ന് പറയുന്നത് DIET, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ്. ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഡയറ്റ്. അതിനു മുൻപ് കൈറ്റുമായി ബന്ധപ്പെട്ട ഒരു PYQ നോക്കാം. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം ഏതാണ്? കൈറ്റാണ് കേട്ടോ. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം കൈറ്റാണ്. എന്താണ് കൈറ്റ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് ഫുൾ ഫോം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഡയറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഡയറ്റ് എന്ന് പറഞ്ഞാൽ DIET കേട്ടോ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ട്രെയിനിങ് എന്നാണ് ഡയറ്റിൻ്റെ ഫുൾ ഫോം. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി റവന്യൂ ജില്ലാടിസ്ഥാനത്തിൽ ഡയറ്റുകൾ സ്ഥാപിതമായ വർഷം 1989. 1989 ഡയറ്റ് സ്ഥാപിതമായത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി റവന്യൂ ജില്ലാടിസ്ഥാനത്തിൽ ഡയറ്റുകൾ സ്ഥാപിതമായ വർഷം 1989. 3 ഘട്ടങ്ങളിലായി 1992 14 ജില്ലയിലും ഡയറ്റുകൾ സ്ഥാപിച്ചു. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ട് 1992 14 ജില്ലയിലും എന്ത് സ്ഥാപിച്ചു? ഡയറ്റുകൾ സ്ഥാപിച്ചു. ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്നതാണ് ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ഡയറ്റിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? എലിമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക. ഓക്കെ, പ്രീ സർവീസ്, ഇൻ സർവീസ് എന്നീ 2 വിഭാഗങ്ങളിലായി 7 ഫാക്കൽറ്റികളാണ് ഡയറ്റിലുള്ളത്. അപ്പോൾ എത്ര ഫാക്കൽറ്റികളാണുള്ളത്? 7 ഫാക്കൽറ്റികളാണ് കേട്ടോ. പ്രീ സർവീസ്, ഇൻ സർവീസ് എന്നീ 2 വിഭാഗങ്ങളിലായിട്ടാണ് 7 ഫാക്കൽറ്റികൾ ഉള്ളത്. ഡയറ്റിൽ പ്രവർത്തിക്കുന്ന 7 ഫാക്കൽറ്റികൾ ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. ഒന്ന് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, P&M, പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. 2 ഇൻ സർവീസ് ഫീൽഡ് ഇൻസ്ട്രക്ഷൻ ഇന്നൊവേഷൻ ആൻഡ് കോർഡിനേഷൻ, IFIC, ഇൻ സർവീസ് ഫീൽഡ്
ഇൻസ്ട്രക്ഷൻ ഇന്നവേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നാണ് IFICയുടെ ഫുൾ ഫോം കേട്ടോ. എഡ്യൂക്കേഷണൽ ടെക്നോളജി ET. ഓക്കെ, മൂന്നാമത്തേത് ET ആണ്, എഡ്യൂക്കേഷണൽ ടെക്നോളജി. 4 കരിക്കുലം മെറ്റീരിയൽസ് ഡെവലപ്മെൻറ്റ് ഇവാലുവേഷൻ CMDE എന്ന് പറയുന്നത് എന്താണ്? കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ഇവാലുവേഷൻ. 5 വർക്ക് എക്സ്പീരിയൻസ് WE വർക്ക് എക്സ്പീരിയൻസ്. 6 DRU കേട്ടോ, ഡിസ്ട്രിക്ട് റിസോഴ്സ് യൂണിറ്റ്. DRU എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രിക്ട് റിസോഴ്സ് യൂണിറ്റ്. 7 പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ PSTE, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഡയറ്റിൽ പ്രവർത്തിക്കുന്ന 7 ഫാക്കൽറ്റികളാണ് ഇതൊക്കെ. ഏത്? പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇൻ സർവീസ് ഫീൽഡ് ഇൻസ്ട്രക്ഷൻ ഇന്നവേഷൻ ആൻഡ് കോർഡിനേഷൻ, എഡ്യൂക്കേഷണൽ ടെക്നോളജി, കരിക്കുലം മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഡിസ്ട്രിക്ട് റിസോഴ്സ് യൂണിറ്റ്, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡയറ്റുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്, നോക്കാം. 7 ഫാക്കൽറ്റികളിൽ PSTE അതായത് പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇല്ലേ, ഈ ഒരു ഫാക്കൽറ്റി പ്രീ സർവീസ് വിഭാഗത്തിലും മറ്റെല്ലാ ഫാക്കൽറ്റികളും ഇൻ സർവീസ് വിഭാഗത്തിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ PSTE എന്ന് പറയുന്നത് ഈ ഒരു ഫാക്കൽറ്റി പ്രീ സർവീസ് വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ബാക്കി ഏതൊക്കെയാണുള്ളത്? DRU, WE, CMDE, അതുപോലെ തന്നെ ED, പിന്നെ ഇത് വരുന്നത് IFIC, P&M. ഇതൊക്കെ വരുന്നത് ഇൻ സർവീസ് വിഭാഗത്തിലും പ്രവർത്തിക്കുന്നു കേട്ടോ, മാറിപ്പോവല്ലേ. ഓക്കെ, ഇനി ഫാക്കൽറ്റിയുടെ നേതൃത്വത്തിൽ 40 അധ്യാപക വിദ്യാർത്ഥികൾക്ക് 2 വർഷം അധ്യാപക പരിശീലനം കൊടുക്കുന്നു. അപ്പോൾ ഫാക്കൽറ്റികളുടെ നേതൃത്വത്തിൽ 40 അധ്യാപക വിദ്യാർത്ഥികൾക്ക് 2 വർഷം അധ്യാപക പരിശീലനം കൊടുക്കുന്നു. ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 21 ഫാക്കൽറ്റികൾ ഉണ്ടാവും. ഓരോ ഡയറ്റിലും പ്രിൻസിപ്പൽ ഉൾപ്പെടെ 21 ഫാക്കൽറ്റികളാണുള്ളത്. അതുപോലെ പ്രീ സർവീസിൽ 8ഉം മറ്റ് ഫാക്കൽറ്റിയിൽ 2 വീതവും ഫാക്കൽറ്റികളുണ്ട്. പ്രീ സർവീസ് എന്ന് പറയുന്നത് PSTE ഇല്ലേ, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഇത് പ്രീ സർവീസ് വിഭാഗത്തിൽ പെടുന്നതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇവിടെ 8 പേരും പ്രീ സർവീസിൽ 8 പേരും മറ്റ് ഫാക്കൽറ്റികളിൽ 2 വീതം ഫാക്കൽറ്റികളുമാണ് ഉള്ളത് കേട്ടോ. ഇനി ഡയറ്റിൻ്റെ മറ്റ് ചുമതലകൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല വഹിക്കുന്നത് ഡയറ്റാണ് കേട്ടോ. സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല വഹിക്കുന്നത് ഡയറ്റാണ്. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക ചുമതല വഹിക്കുന്നതും ഡയറ്റാണ്. സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക ചുമതല വഹിക്കുന്നു. ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ, പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യ പേപ്പർ നിർമ്മാണം ഡയറ്റാണ് കേട്ടോ ചെയ്യുന്നത് കേട്ടോ. പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യ പേപ്പർ നിർമ്മാണം ഡയറ്റാണ് ചെയ്യുന്നത്. പ്രഥമ അധ്യാപക പരിശീലനങ്ങൾ, റിവ്യൂ മീറ്റിങ്ങുകൾ എന്നിവയുടെ അക്കാദമിക ചുമതല വഹിക്കുന്നതും ഡയറ്റാണ് കേട്ടോ. പ്രഥമാധ്യാപക പരിശീലനങ്ങളും അതുപോലെ തന്നെ റിവ്യൂ മീറ്റിങ്ങുകൾ എന്നിവയുടെ അക്കാദമിക ചുമതല വഹിക്കുന്നതും ഡയറ്റാണ്. ദെൻ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ റിവ്യൂ യോഗങ്ങളുടെ അക്കാദമിക ചുമതല വഹിക്കുന്നതും ഡയറ്റാണ്. ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ റിവ്യൂ യോഗങ്ങളുടെ അക്കാദമിക ചുമതല വഹിക്കുന്നതും ഡയറ്റാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക മോണിറ്ററിംഗ് നടത്തുന്നതും ഡയറ്റാണ് കേട്ടോ. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടങ്ങളിലും നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക മോണിറ്ററിംഗ് നടത്തുന്നത് ഡയറ്റാണ്. ത്രിതല പഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം നൽകലും ഡയറ്റാണ് കേട്ടോ. ത്രിതല പഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന് നേതൃത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്നത് ഡയറ്റ് തന്നെയാണ്. ദെൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും SSKയുടെയും ഡയറ്റുകളുടെയും പദ്ധതി രൂപീകരണം, SCRT, CMAT, കൈറ്റ്, പരീക്ഷാ ഭവൻ, DPI എന്നിവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഫാക്കൽറ്റിയുടെ സേവനം ലഭ്യമാക്കൽ, ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, തുല്യതാ പരിപാടി, പെൺകുട്ടികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസത്തിൽ ഇടപെടൽ,
പിന്നെ വരുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ. ഇതൊക്കെ ഡയറ്റിൻ്റെ ചുമതലയാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ക്ലാസ്സിൽ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്രൈ ഔട്ടുകൾ തയ്യാറാക്കുക, പഠന പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, പ്രഥമാധ്യാപകർക്ക് മാനേജ്മെൻറ്റ് പരിശീലനം, അക്കാദമികവും ഭരണപരവുമായ പരിശീലനം എന്നിവ നൽകുക, ജില്ലയിലെ കലാകായിക പ്രവൃത്തി പരിചയ പഠനം ഏകോപിപ്പിക്കുക. ഇതൊക്കെ ഡയറ്റിൻ്റെ ചുമതലകളാണ്. എന്തൊക്കെയാണ്? ജില്ലയിലെ കലാകായിക പ്രവൃത്തി പരിചയ പഠനം ഏകോപിപ്പിക്കുക, പ്രഥമ അധ്യാപകർക്ക് മാനേജ്മെൻറ്റ് പരിശീലനം, അക്കാദമികവും ഭരണപരവുമായ പരിശീലനം എന്നിവ നൽകുക, പഠന പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക, ക്ലാസ്സിൽ നേരിടുന്ന പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ട്രൈ ഔട്ട് തയ്യാറാക്കുക, ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കുക, തുല്യതാ പരിപാടി, പെൺകുട്ടികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസത്തിൽ ഇടപെടൽ, ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ. ഓക്കെ, അടുത്തത് BRCയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. BRCയുടെ ഫുൾ ഫോം എന്താണ്? ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. എന്താണ് BRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്? SSA പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക, പ്രത്യേക പരിഗണനയർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ ഉറപ്പാക്കുക, MIS മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഡാറ്റ ശേഖരിക്കൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതാത് കാലത്ത് നടത്തുന്ന പരിപാടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകൽ. ഇതൊക്കെ BRCയുടെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. SSA പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള അധ്യാപക പരിശീലനങ്ങൾ നടത്തുക, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പിന്തുണ ഉറപ്പാക്കുക, MIS ഡാറ്റ ശേഖരിക്കൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതാത് കാലത്ത് നടത്തുന്ന പരിപാടികൾക്ക് ആവശ്യമായ പിന്തുണ നൽകുക. ഇതൊക്കെ BRCയുടെ ചുമതലയാണ് കേട്ടോ. ഡയറ്റിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പിന്തുണ നൽകുകയാണ് BRC ചെയ്യുന്നത്. ഡയറ്റിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പിന്തുണ നൽകുന്നു. ദെൻ BRCയുടെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഡയറ്റ് ഫാക്കൽറ്റിയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. BRCയുടെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഡയറ്റ് ഫാക്കൽറ്റികളാണ്. ഓക്കെ, PRC എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് CRC ആണ്, ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ. കേരളത്തിൽ പഞ്ചായത്ത് തലത്തിലാണ് ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ CRC പ്രവർത്തിക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ പഞ്ചായത്ത് തലത്തിലാണ് കേട്ടോ. ക്ലസ്റ്ററുകളുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, BRCയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുക എന്നതാണ് ക്ലസ്റ്ററുകളുടെ ചുമതല. എന്താണ്? BRCയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുക. ദെൻ CRC ക്ലസ്റ്റർ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. CRC എന്ന് പറയുന്നത് ക്ലസ്റ്റർ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ദെൻ CRCയുടെ മറ്റ് ചുമതലകൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. BRC നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടത്തുക എന്നതാണ് CRCയുടെ ഒരു ചുമതല കേട്ടോ. BRC നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടത്തുക, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടുക, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടികൾക്ക് പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുക, സ്കൂളുകൾക്ക് തത്സമയ പിന്തുണ നൽകുക. ഇതൊക്കെ CRCയുടെ ചുമതലയാണ്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തലത്തിലാണ് കാര്യങ്ങൾ CRC ചെയ്യുന്നത് കേട്ടോ. BRC നടത്തുന്ന അക്കാദമിക പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്ത് നടത്തുക, അതുപോലെ തന്നെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി വിളിച്ചുകൂട്ടുക, പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പരിപാടികൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കുക, സ്കൂളുകൾക്ക് തത്സമയ പിന്തുണ നൽകുക. ഇതൊക്കെ CRCയുടെ ചുമതലകളാണ്. അടുത്തത് IASE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ. IASE എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ. കേരളത്തിൽ നിലവിലുള്ള ഏക IASE പ്രവർത്തിക്കുന്നത് തൃശ്ശൂരിലാണ് കേരളത്തിൽ നിലവിലുള്ള ഏക IASE പ്രവർത്തിക്കുന്നത് കേട്ടോ. അധ്യാപക വിദ്യാഭ്യാസ രംഗത്താണ് IASE സമഗ്ര സംഭാവനകൾ നൽകുന്നത്. IASE സമഗ്ര സംഭാവനകൾ നൽകുന്നത് അധ്യാപക വിദ്യാഭ്യാസ രംഗത്താണ് കേട്ടോ. ഇനി IASEയുടെ പ്രധാന ചുമതലകളും ഉത്തരവാദിത്തങ്ങളും എന്താണെന്നൊക്കെ നോക്കാം.
സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് IASE എന്ന് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ സർവീസ്, ഇൻ സർവീസ് അധ്യാപക പരിശീലനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളാണ് IASE എന്ന് പറയുന്നത് കേട്ടോ. ഇതുകൂടാതെ MEd, MPhil, PhD എന്നീ കോഴ്സുകളുടെ മേൽനോട്ടവും IASEക്ക് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? MEd, MPhil, PhD എന്നീ കോഴ്സുകളുടെ മേൽനോട്ടവും IASE വഹിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ പരിപാടി, അതായത് BEd നടത്തൽ. ഇത് ആരുടെ ചുമതലയാണ്? IASEയുടെ ചുമതലയാണ് കേട്ടോ. എന്തായിരുന്നു? പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ പരിപാടി, അതായത് BEd നടത്തുന്നത് IASE ആണ്. മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ MEd കോഴ്സ് നടത്തൽ. ഡയറ്റ് CTE, അതായത് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അധ്യാപകർക്കുള്ള ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾ സംഘടിപ്പിക്കൽ. അധ്യാപകർക്കും ടീച്ചർ എഡ്യൂക്കേറ്റർമാർക്കും വിഭവ പിന്തുണ, അതായത് റിസോഴ്സ് സപ്പോർട്ട് നൽകൽ. വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തൽ. MPhil, PhD കോഴ്സുകളുടെ മേൽനോട്ടം വഹിക്കൽ. പാഠ്യപദ്ധതി, ബോധനശാസ്ത്രം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ തുടങ്ങിയ മേഖലയിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തൽ. പാഠ്യപദ്ധതി, ബോധനശാസ്ത്രം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ തുടങ്ങിയ മേഖലയിൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തൽ. പാഠ്യപദ്ധതിയും പഠന സാമഗ്രികളും വികസിപ്പിക്കൽ. വിദ്യാഭ്യാസ ആസൂത്രണവും ഭരണവും പരിശീലനവും നടത്തൽ. വിദ്യാഭ്യാസ ആസൂത്രണവും ഭരണവും പരിശീലനം നടത്തൽ. വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലന മൊഡ്യൂൾ വികസിപ്പിക്കൽ. വിദ്യാഭ്യാസ ഭരണാധികാരികളുടെ പരിശീലന മൊഡ്യൂൾ വികസിപ്പിക്കുന്നതൊക്കെ ആരുടെയാണ് ചുമതല? IASE, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ്റെ ചുമതലയാണ്. അടുത്തത് CTE, കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. എന്താണ് CTE? സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവനപൂർവ്വ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് CTE, കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി അധ്യാപകർക്കുള്ള സേവനപൂർവ്വ അധ്യാപക പരിശീലനം നടത്തുന്ന സ്ഥാപനമാണ് കേട്ടോ. CTEയുടെ കീഴിലുള്ള മേഖലകളാണ് പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ കോഴ്സ്, അതായത് BEd. പിന്നെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ് MEd. ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള സേവനകാല പരിശീലനം നൽകൽ. MPhil, PhD കോഴ്സുകൾ ഇതൊക്കെ CTEയുടെ കീഴിലുള്ള മേഖലകളാണ് കേട്ടോ. പ്രീ സർവീസ് സെക്കൻഡറി അധ്യാപക വിദ്യാഭ്യാസ കോഴ്സ്, അതായത് BEd, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോഴ്സ് MEd, ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള സേവനകാല പരിശീലനം നൽകൽ. പിന്നെ MPhil, PhD കോഴ്സുകൾ ഇതൊക്കെ CTEയുടെ കീഴിലുള്ള മേഖലകളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ 16 എണ്ണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. CAB, NCERT, RIE, അതുപോലെ NIEPA, പിന്നെ NIOS, NAC, NCTE, SCERT, CMAT, SEET, അതായത് SIET, KITE, DIET, BRC, CRC, IASE, CTE അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ടോപ്പിക്കും കൂടെ ഉള്ളൂ, UGC. എന്താണ് UGC? നമ്മൾ UGCനെ കുറിച്ച് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എവിടെയായിരുന്നു UGCനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? യെസ്, NAC അല്ലേ, നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. NACലാണ് നമ്മൾ എന്ത് പറഞ്ഞു? UGCനെ കുറിച്ച് മെൻഷൻ ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്താനും അംഗീകാരം നൽകുവാനുമായി UGC 1994 സ്ഥാപിച്ച സ്ഥാപനമാണ് NAC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് UGC എന്താണെന്ന് അറിയണ്ടേ? UGC പഠിക്കണ്ടേ? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്നാണ് UGCയുടെ ഫുൾ ഫോം. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് UGCയുടെ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷൻ. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. UGC നിലവിൽ വന്ന വർഷം 1953. UGC നിലവിൽ വന്നത് എപ്പോഴാണ്? 1953. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അതായത് UGC ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28. നോട്ട് ചെയ്ത് വെച്ചോളൂ. UGC നിലവിൽ വന്നത് 1953. ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28. എന്നാൽ പാർലമെൻറ്റ് UGC ആക്ട് പാസ്സാക്കിയത് 1956. UGC നിലവിൽ വന്നത് 1953. എന്നാൽ പാർലമെൻറ്റ് UGC ആക്ട് പാസ്സാക്കിയത് 1956 കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ, മാറിപ്പോവരുത്. UGC ഉദ്ഘാടനം ചെയ്തത് അബ്ദുൽ കലാം ആസാദാണ്. UGC ഉദ്ഘാടനം ചെയ്തത്. UGCയുടെ ആസ്ഥാനം
ആസ്ഥാനം ന്യൂഡൽഹിയാണ് കേട്ടോ. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. UGCയുടെ ആപ്തവാക്യം ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ, ഗ്യാൻ വിജ്ഞാൻ വിമുക്തയെ എന്നതാണ് UGCയുടെ ആപ്തവാക്യം. നോട്ട് ചെയ്ത് വെച്ചോളൂ. നോളേജ് ലിബറേറ്റ്സ് എന്നാണ്, അറിവാണ് മോചനം എന്നാണ് മീനിങ് കേട്ടോ. അറിവാണ് മോചനം എന്നാണ് ഗ്യാൻ വിജ്ഞാൻ വിമുക്തയേൻ്റെ മീനിങ്. ഓക്കെ, UGCയുടെ ആപ്തവാക്യമാണ് കേട്ടോ അത്. UGC, AICTE എന്നിവയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് ഹീര. UGC, AICTE എന്നിവയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ്? ഹീരയാണ് കേട്ടോ. ഹയർ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് റെഗുലേഷൻ ഏജൻസി എന്നാണ് ഫുൾ ഫോം. ഹീരയുടെ ഫുൾ ഫോം എന്താണ്? ഹയർ എഡ്യൂക്കേഷൻ എംപവർമെൻറ്റ് റെഗുലേഷൻ ഏജൻസി. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. UGCയുടെ ആദ്യത്തെ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ. ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് UGCയുടെ ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ ഏജൻസികൾ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ വിവിധ വിദ്യാഭ്യാസ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. രണ്ടാമത്തെ പാർട്ടാണിത്. അതിൽ നമ്മൾ എന്താ പഠിച്ചത്? ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ 16 എണ്ണത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വർഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആപ്തവാക്യം, എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, അതിൻ്റെ ചുമതലകൾ കൂടെയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക, അടുത്ത കേട്ടറ്റ് എക്സാമിന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.